നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായി എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഒരു ഇഷ്യൂ ഉണ്ടായി അതൊരു ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇനി ഒരു റീയൂണിയൻ പോസിബിൾ ആണോ, അതോ ഇതൊരു പെർമനന്റ് ആയിട്ടുള്ള ബ്രേക്കപ്പ് ആണോ എന്നുള്ളത് അറിയാൻ എപ്പോഴും ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അത് അറിയുന്നത് എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയിട്ടുള്ളത് ഒരു ടെമ്പററി ആയിട്ടാണ്, നിങ്ങൾക്ക് റീയൂണിയൻ പോസിബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് സയൻസ് പറയാം. എസ്പെഷ്യലി നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ ടെക്നിക്കുകളൊക്കെ അപ്ലൈ ചെയ്തുകൊണ്ട് റിലേഷൻഷിപ്പ് സേവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഈ സയൻസ് ക്ലിയർ ആയി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഒന്ന്, നിങ്ങൾക്ക് റിപ്പീറ്റ്ലി ഏഞ്ചൽ നമ്പേഴ്സ് കാണാൻ സാധിക്കും. എസ്പെഷ്യലി 3 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് റാൻഡം ആയിട്ട് കാണാൻ സാധിക്കും. ഒന്ന് 111 111, അതുപോലെ 222. മൂന്നാമത്തെ ഏഞ്ചൽ നമ്പറാണ് 717. ഈ 3 ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾ റാൻഡമായി അൺഎക്സ്പെക്റ്റഡ് ആയി കാണുന്നുണ്ടെങ്കിൽ അതാണ് ഒന്നാമത്തെ സൈൻ. 2, പ്രത്യേകിച്ച് ആ വ്യക്തിയെ കുറിച്ചുള്ള ഒരു സംസാരമോ അല്ലെങ്കിൽ ആ വ്യക്തിയെ കാണുകയോ മീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട്, ഒരു കോളോ മെസ്സേജോ ഒന്നും ഇല്ലാതെ തന്നെ, പ്രത്യേകിച്ച് ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ തന്നെ നിങ്ങൾ അവരെ ഡ്രീം ചെയ്യുന്നുണ്ടെങ്കിൽ, സ്വപ്നത്തിൽ കാണുന്നുണ്ടെങ്കിൽ അതാണ് രണ്ടാമത്തെ ഒരു സൈൻ. മൂന്നാമതായി നിങ്ങൾക്ക് അവരുടെ പ്രസൻസ് ഫീൽ ചെയ്യാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഒരു കോണ്ടാക്ട് ഉണ്ടായിരിക്കില്ല, പക്ഷെ അവരുടെ ഒരു ഫിസിക്കൽ പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് മൂന്നാമത്തെ സൈൻ. ഇനി റാൻഡം ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലേസ് അല്ലെങ്കിൽ ഒരു സോങ് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷനൊക്കെ അവരെ കുറിച്ച് കണ്ടിന്യൂസ് ആയി നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, അതായത് ഒരു പ്ലേസിൽ ചെല്ലുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാട്ട് കേൾക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെക്കുറിച്ച് നിങ്ങളെ കണ്ടിന്യൂസ് ആയി ഓർമ്മിപ്പിക്കുന്നുണ്ടെങ്കിൽ, ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അതാണ് മറ്റൊരു സൈൻ. നെക്സ്റ്റ്, ആ റിലേഷൻഷിപ്പിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചുള്ള ഓൾഡ് മെമ്മറീസ് കണ്ടിന്യൂസ് ആയി വിത്ത് സ്ട്രോങ് ഇമോഷൻസിൽ നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കും. നെക്സ്റ്റ്, അൺഎക്സ്പെക്റ്റഡ് വേയിലൂടെ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ഒരു കോളോ അല്ലെങ്കിൽ ഒരു മെസ്സേജോ അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ചാൻസ് നിങ്ങൾക്ക് ലഭിക്കും. ആൻഡ് ഫൈനലി, എല്ലാ ആളുകൾക്കും ഒരു ഇൻഡ്യൂഷൻ, ഒരു ഗഡ് ഫീൽ ഉണ്ടായിരിക്കും. സോ നിങ്ങളുടെ ഗഡ് ഫീൽ പറയുന്നത് എപ്പോഴും ആ ഒരു ബ്രേക്കപ്പ് എന്ന് പറയുന്നത് ടെമ്പററി ആണ്, റീയൂണിയൻ പോസിബിൾ ആണ് എന്ന രീതിയിലാണ് നിങ്ങൾക്ക് ഗഡ് ഫീൽ കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ക്ലിയർ ആയിട്ടുള്ള മറ്റൊരു സൈൻ. ഇത്രയും സൈൻസ് ഒരുമിച്ച് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുമായിട്ടുള്ള റീയൂണിയൻ നിങ്ങൾക്ക് പോസിബിൾ ആണ് എന്നുള്ളത്. അങ്ങനെ ഒരു മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യെസ് ഐ എം മാനിഫെസ്റ്റിംഗ് എന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ സൊല്യൂഷന് വേണ്ടി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. താങ്ക് യു.